വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. വഞ്ചിക്കപ്പെടുന്ന മനുഷ്യൻ ദൈവത്തെ പരിഹാസ വിഷയമാക്കി മാറ്റുക. ആ മനുഷ്യൻ ജഡത്തിൽ വിതയ്ക്കുന്നവനാണ്. ജഡപ്രകാരം വിതച്ച് നാം വഞ്ചിക്കപ്പെടുമ്പോൾ ദൈവം പരിഹാസ വിഷയമായി മാറും. എന്നാൽ എങ്ങനെ ദൈവത്തെ പരിഹാസ വിഷയമാക്കുന്നതിന് പകരം ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും? സദൃശ്യവാക്യം 27:11 ദൈവത്തിന്റെ ഹൃദയം സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വചനത്തെ ഒന്ന് ശ്രദ്ധിക്കുക. മകനെ, എന്നെ നിന്ദിക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. ഒരു ഭാഗത്ത് ജഡത്തിൽ പ്രവർത്തിക്കുന്നവർ ദൈവത്തെ അവരറിഞ്ഞും അറിയാതെ നിന്ദിക്കുകയാണ്. മറുഭാഗത്ത് നീ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് എടുത്തു തരുന്ന ആ ദൈവിക ജ്ഞാനം നീ പ്രാപിക്കുന്നുവെങ്കിൽ നിന്നിലൂടെ ദൈവം സംസാരിക്കുകയും ദൈവത്തെ നിന്ദിക്കുന്നവർക്ക് മറുപടി കൊടുക്കുകയും അത് നിമിത്തം ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യും.